ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിലെ പോയിന്റ് നില എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി സംസാരിക്കുകയാണ്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നൂറയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഓരോരുത്തരുടെയും പോയിന്റ് നിലകൾ ഇങ്ങനെ 3 പേരോട് സംസാരിക്കുകയാണ്. ഏറ്റവും താഴെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഏറ്റവും മുകളിലേക്ക് കയറി പോകുന്നതെന്ന് അനുമോള് പറയുന്നുണ്ട്. സാബുമാൻ പറയുന്നുണ്ട് ടാസ്കും ഭാഗ്യവും പോലെ ഇരിക്കും ഇത്. എനിക്ക് എന്താണെന്നറിയത്തില്ല, സ്ട്രെസ്സാണോ എന്തോ, ഞാനിങ്ങനെ മധുരമൊന്നും കഴിക്കാറില്ലായിരുന്നെന്ന് സാബുമാൻ പറയുന്നു. അനുമോളും പറയുന്നുണ്ട് ഞാനും മധുരം ഇങ്ങനെ കഴിക്കാറില്ല. ഇവർ ദീപാവലിക്ക് കൊടുത്ത ആ ഒരു സ്വീറ്റ്സ് മാറ്റി വെച്ചിരുന്നെടുത്ത് കഴിക്കുകയാണ് 3 പേരും കൂടി. സാബുമാൻ പറയുന്നത് എനിക്ക് എന്താണെന്നറിയത്തില്ല, എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നിനും വയ്യ, ആകെ ടെൻഷനാണെന്ന് തോന്നുന്നു പാവം സാബുമാൻ. വീക്കെൻഡ് അടുക്കും തോറും ആകെ ടെൻഷനിലാണ് എല്ലാവരും. ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നുന്നു ഇവിടെ എല്ലാം, എന്താണെന്നറിയത്തില്ല. അപ്പോൾ അനുമോള് പറയണം അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ, ഇനി വരും തോറും മുന്നോട്ട് പോകും തോറും ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അനുമോള് പറയുന്നുണ്ട് നിൻ്റെ മനസ്സിൽ നീ വിചാരിക്കുന്നു നീ സൂപ്പറാണെന്ന്. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഞാൻ സൂപ്പറാണ്, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടം വരെ എത്തത്തില്ലായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാബുമാൻ പറയാം അത് ശരിയാണ്, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യത്തിൽ നല്ലതാണ്. സാബുമാൻ വീണ്ടും പറയുന്നുണ്ട് പെട്ടെന്ന് അങ്ങ് ഡൗൺ ആവുന്നു, എന്താണെന്ന് അറിയത്തില്ല. അനുമോള് വീണ്ടും പറയാണ് ഇവിടെ 9 പേരുണ്ടാവും, 9 പേരുകളിൽ ഏറ്റവും സൂപ്പർ ഞാനാണ്, അങ്ങനെയൊന്ന് വിചാരിച്ചേ. അന്നേരം സാബുമാൻ ചിരിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിച്ചാൽ നൈസാണെന്ന് സാബുമാൻ പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇവിടുന്ന് വിചാരിക്കും, ഇവിടെയുള്ള 9 പേരിൽ 8 പേരെക്കാട്ടിലും സൂപ്പർ ഞാൻ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കും. നിന്നെ സമ്മതിക്കണം, നിൻ്റെ നേരെ എല്ലാവരും വരുമ്പോഴും നീ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അനുമോള് പറയുന്നുണ്ട് നിങ്ങൾ മധുരം എല്ലാം മാറിയിട്ടാൽ ഇവിടെ ഉറുമ്പ് കടിക്കുമെന്ന്. എന്നെ ഇപ്പം തന്നെ 2 ഉറുമ്പ് കടിച്ചു. അന്നേരം ആദില ചോദിക്കുക നീ തിരിച്ചു കടിച്ചായിരുന്നോ?